ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യാവകാശ ലംഘനങ്ങൾ, മതവിശ്വാസത്തിന് മേലുള്ള പീഡനങ്ങൾ നടക്കുന്ന രാഷ്ട്രമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 5 പേരിൽ ഉറപ്പായും ചൈനയുണ്ട്. മതവിശ്വാസം ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാവുന്ന ഘട്ടത്തിൽ മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അതിൻ്റെ പേരിൽ പീഡനങ്ങളും അതിരൂക്ഷമായ ആക്രമണങ്ങളും വർദ്ധിച്ചു വരികയാണ് ചൈനയിലെന്നാണ് അമേരിക്കൻ കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പശ്ചിമ ചൈനയിൽ 10 ലക്ഷത്തിലേറെ ഉയ്ഗൂർ വംശജരായ മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കൂട്ടത്തോടെ രാഷ്ട്രീയ പുനർവിദ്യാഭ്യാസ ക്യാമ്പുകളിൽ അടച്ചിരിക്കുകയാണ്. വംശീയ ന്യൂനപക്ഷങ്ങളെ മതവിശ്വാസത്തിന്റെയും സാമൂഹിക ആചാരങ്ങളുടെയും പേരിൽ അന്യായമായി തടഞ്ഞു വെക്കുന്ന ഇത്രയും വലിയ തടങ്കൽ പാളയങ്ങൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മറ്റെങ്ങും ഉണ്ടായിട്ടില്ല. ഷി ജിൻപിങ് അധികാരത്തിലെത്തിയ ശേഷം ചൈനയിൽ ഭരണത്തിലും സമൂഹത്തിലും ബിസിനസ്സിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണം വർദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുണ്ട്. ചൈനീസ് സംസ്കാരത്തോട് പൂർണ്ണമായ അർത്ഥത്തിൽ താതാത്മ്യപ്പെടുക എന്ന നയത്തിന്റെ പേരിൽ ഭരണഘടനയ്ക്കും രാജ്യാന്തര നിയമങ്ങൾക്കുമൊക്കെ വിരുദ്ധമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസൂത്രിതമായും വ്യാപകമായും മതസ്വാതന്ത്ര്യത്തിനും വിശ്വാസത്തിനുമൊക്കെ എതിരെ കർശന നിയന്ത്രണങ്ങളാണ് നടപ്പിലാക്കുന്നത്. കർശനമായ ചൈനവൽക്കരണമാണ് മതങ്ങൾക്ക് മേൽ നടക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മതപീഡനം നടക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് തന്നെയാവും ഉത്തരം. കമ്മ്യൂണിസ്റ്റ് പീഡനങ്ങൾ ഭയന്ന് ക്രൈസ്തവർ അടക്കമുള്ള ഒരുപാട് മതപ്രചാരകർ ഇവിടെ നിന്ന് നാടുവിടുന്നുണ്ട്. പക്ഷെ ചൈനയിലെ ഏറ്റവും വലിയ മതപീഡനം ഏറ്റുവാങ്ങുന്നത് ഉയ്ഗൂറുകൾ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വടക്കു പടിഞ്ഞാറ് കിടക്കുന്ന സിൻജിയാങ് പ്രവിശ്യയിൽ അടിമകളെപ്പോലെ ജീവിക്കുന്നവരാണിവർ. ഇക്കൂട്ടർ മതം ഉപേക്ഷിച്ച് ദേശീയവാദികളാകണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. അതിനായി 30 ലക്ഷത്തോളം വരുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങളെ തുറന്ന തടവറകളിൽ അടച്ചിരിക്കുകയാണ് ചൈന. അതായത് ഈ മേഖലയിലെ ഓരോ മുക്കിലും മൂലയും ഭരണകൂടത്തിന്റെ കണ്ണുണ്ട്. ഹാൻ വംശജരെ ഇങ്ങോട്ട് വ്യാപകമായി കുടിയേറി പാർപ്പിക്കുന്നുമുണ്ട്. 2017 മുതൽക്ക് തന്നെ പ്രദേശവാസികളായ ഏകദേശം 12 ലക്ഷത്തോളം പേരെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളിൽ നിർബന്ധിച്ച് പഠിപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായ റെക്ടിഫിക്കേഷൻ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ട്. 2020 ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ച് മൂത്രപ്പുരയാക്കിയതും ചിലത് മദ്യവും സിഗരറ്റും വിൽക്കുന്ന ബാറാക്കിയതും ഖബറുകളിലെ അസ്ഥികൾ വരെ മാന്തിയെടുത്തതും വലിയ വാർത്തയായിരുന്നു. പ്രവിശ്യയിലെ ആത്തുഷി ഗ്രാമത്തിലുണ്ടായിരുന്ന ഉയ്ഗൂർ ജുമാ മസ്ജിദ് ഇടിച്ചു പൊളിച്ച് മൂത്രപ്പുരയാക്കി. ഇടിച്ചു പൊളിക്കും മുൻപ് പള്ളി കയ്യേറി പാർട്ടിക്കൊടിയും നാട്ടിയിരുന്നു. മുൻവശത്ത് രാജ്യത്തെ സ്നേഹിക്കുക, പാർട്ടിയെ സ്നേഹിക്കുക എന്നെഴുതി വലിയൊരു ബോർഡും സ്ഥാപിച്ചു. അവിടെ മറ്റൊരു പള്ളി പൊളിച്ച് ഇസ്ലാമിന് ഹറാമായ മദ്യവും സിഗരറ്റുമൊക്കെ വിൽക്കുന്ന സ്റ്റോറാക്കിയും മാറ്റി. ഉയ്ഗർ മുസ്ലിങ്ങളുടെ മനോബലം തകർക്കാനും അവരെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും നിർബന്ധിതമായി പിടിച്ചു മാറ്റുവാനും ഹാൻ വംശീയ സ്വത്വത്തിലേക്കും മുഖ്യധാര ചൈനീസ് ദേശീയതയിലേക്കും ഇണക്കിച്ചേർക്കാനുള്ള സർക്കാരിന്റെ പരിശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായ നടപടി. അതിനുശേഷം 17ാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തമായ മുസ്ലിം പള്ളി ഇവർ തകർത്തു. വടക്കു പടിഞ്ഞാറൻ ഗാൻസു പ്രവിശ്യയിലെ ലാൻഷോ സിഗ്വാൻ മസ്ജിദാണ് അധികൃതർ പൊളിച്ചത്. ഉയ്ഗൂരികളുടെ പല തൊഴിലിടങ്ങളിലും റംസാൻ നോയമ്പും നിസ്കാരവും വരെ സമയനിഷ്ഠത്തിന്റെ പേര് പറഞ്ഞ് ചൈന നിരോധിക്കുകയാണ്. 2021 റംസാൻ കാലത്ത് തങ്ങൾ നോമ്പ് നോൽക്കുന്നില്ല എന്ന് തെളിയിക്കാൻ ഉയ്ഗൂർ മുസ്ലിങ്ങളോട് പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോകൾ അധികൃതർക്ക് അയച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചതായി റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ നോമ്പ് നോൽക്കുന്നത് ചൈനീസ് അധികൃതർ വിലക്കിയിട്ടുണ്ട്. റംസാൻ സമയത്ത് ഭക്ഷണശാലകൾ തുറന്നു പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ രീതിയിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടും അറബ് ലോകം അടക്കമുള്ള ഇസ്ലാമിക ലോകം പോലും ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ മൗനം പാലിക്കുകയാണ്. കാരണം ചൈനയുമായുള്ള വ്യാപാര വ്യവസായ ബന്ധങ്ങൾ തന്നെയാണ്. ആകെ പ്രതികരിക്കുന്നത് പാശ്ചാത്യ മനുഷ്യാവകാശ സംഘടനകൾ മാത്രമാണ്. ചങ്കില ചൈന എന്നൊക്കെ പാടി നടക്കാമെങ്കിലും ചൈനയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളൊന്നും ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമാണ്. ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് രാജ്യദ്രോഹ കുറ്റമായി ചുമത്തി നിങ്ങളെ തടങ്കലിലടയ്ക്കാനും വേണമെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി പോലും ഇല്ലാതെയാക്കാനും ചൈനയ്ക്ക് സാധിക്കും. ചൈന അത് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ജനാധിപത്യമില്ലാത്ത ആ ചൈനയിൽ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ചൈനയിലേക്ക് അവർ പ്രവേശനം പോലും നിഷേധിക്കാറുണ്ട്. എന്തായാലും വീണ്ടും ഒരു നോമ്പുകാലമാണ്. ചൈനയിൽ വീണ്ടും മതവിശ്വാസം അടിച്ചമർത്തപ്പെടുകയും ഓരോരുത്തർക്കും നോമ്പ് നോൽക്കാനുള്ള അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണ്.